ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണം ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ഇതാ രാവിലെ തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പൂവൊക്കെ ഉതിർത്തിടുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ നേരെ പോയി സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഒരു 9:30 ആയപ്പോഴേക്കും എൻ്റെ സദ്യയൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇവരെ കൂടെ പൂവിടാൻ വേണ്ടിയിട്ട് കൂടി. ഞാനാണ് മുൻപിൽ പൂവിടുന്നത്, ഉള്ളിൽ വേറെ പൂവിടുന്നുണ്ട്. അപ്പോൾ ഇതാ മുൻപിൽ ഞാനൊരു ഗണപതിനെ കേട്ടോ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഞാൻ പൂവിടാന്ന്. കാരണം ഹസ്ബൻഡായിരുന്നു ആദ്യം വിചാരിച്ചത് പുള്ളി വരച്ചിട്ടോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി ഉള്ളിൽ വരയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സമയം ലേറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുറത്ത് സിമ്പിളായിട്ട് ഞാൻ എന്തെങ്കിലും ഇടാന്നേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ഗണപതിനെ പോലൊന്ന് വരച്ചു. എന്നിട്ട് അത് പൂവിടുക കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കുറേ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പത്ത് പൂവിട്ടു. പിന്നെ അതാ നമ്മൾ സദ്യേൻ്റെ സമയമായി. പൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ തലശ്ശേരിയിൽ വന്ന ശേഷം പരിചയപ്പെട്ട ഒന്നാണ് സദ്യക്ക് പപ്പടവും പഴവും കുഴയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. ഒരു 4-5 പപ്പടം പ്ലേറ്റിൽ വെക്കും, ഇലയിൽ വെക്കും. അതേപോലെ തന്നെ കുറച്ച് പഴവും വെക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഈ പപ്പടം നമ്മൾ കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ആദ്യം പഴം കുഴയ്ക്കുകയാണെങ്കിൽ നമ്മളെ കൈ ഒന്നും വെറ്റാവില്ല. അതുകൊണ്ടാണ് ഈ പപ്പടം ആദ്യം തന്നെ പൊടിച്ച് മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഒരു സൈഡിലായിട്ട് പഴം ഇതേപോലെ തന്നെ ഉടച്ചെടുക്കണം. അങ്ങനെ ഒരേ ഇലയിൽ പഴം പൊടിച്ചതും പിന്നെ പപ്പടം അങ്ങനെ ഉടച്ച് വെച്ചതും വെക്കുക. അതിനുശേഷം ഈ പഴത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പടം എടുത്തിടണം. എന്നിട്ട് അതിങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ തലശ്ശേരി പോയപ്പോൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പപ്പടവും പഴവും കഴിക്കുക. അപ്പം നമ്മളെന്താ വിചാരിക്കുക മൊത്തത്തിൽ കൂട്ടി കഴിക്കാമെന്നല്ലേ. പക്ഷേ ഇവർ പറഞ്ഞു അങ്ങനെയല്ല, ഇതിനൊരു രീതി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പഴത്തിൻ്റെ മേലെ പപ്പടം വെച്ചതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പഞ്ചസാര തൂക്കി കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കണം. നെയ്യൊന്നും ഉരുക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഇതങ്ങനെ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങണേ. ഭയങ്കര ടേസ്റ്റാട്ടോ. എന്താ പറയുക, വായിലിങ്ങനെ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു കുഴപ്പം, ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സദ്യ കഴിക്കാനുള്ള മൂഡ് പോയിപ്പോട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഈ നാട്ടുകാരൊക്കെ സദ്യേന് മുമ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കുന്നത്, പപ്പടവും പഴവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് പപ്പടവും പഴവും. പിന്നെ അതിന് ശേഷം നമ്മൾ സദ്യ വിളമ്പി. ഞാനാണ് എല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ രാവിലെ ആദ്യം തന്നെ ഉപ്പ്, ശർക്കരപ്പേരിയും വറുത്തപ്പേരിയൊക്കെ വെക്കാൻ മറന്നു കേട്ടോ. അത് ലാസ്റ്റിലേക്കായി പോയി വെച്ചത്. പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ അതാ ശർക്കരപ്പേരിയും ഇതും, പിന്നെ വെള്ള നാരങ്ങ അച്ചാറായിരുന്നേ, പിന്നെ പൈനാപ്പിൾ പച്ചടി, സാധാരണ പച്ചടി, പിന്നെ അവിയലും അതേപോലെ കൂട്ടുകറി. ഇത്രയായിരുന്നു നമ്മൾ ഐറ്റംസ് സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറും സാമ്പാറും രസവും, മോരുകറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഒന്നാമത് ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല ഈ ഒരു സദ്യനോട്. കാരണം അവരെല്ലാം തലശ്ശേരിക്കാർ കണ്ണൂർക്കാരൊക്കെ കൂടുതലും ഇതിന് എന്താ പറയുക ബിരിയാണിയൊക്കെയാണ് കഴിക്കുന്നത്. ഓണത്തിന് ഞാനാണ് ഈ സദ്യ ഉണ്ടാക്കാൻ നിർബന്ധിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു മീൻ പൊരിച്ചതും കൂടെ വെച്ചപ്പോൾ നമ്മളെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ 3 പായസം ഉണ്ടായിരുന്നു, ചക്കപ്രഥമൻ, പിന്നെ അതേപോലെ ചെറുപയർ പരിപ്പ് പായസം. ഇതൊക്കെയായിരുന്നു പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം. ഞാൻ പിന്നെ സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയേ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു. അപ്പോഴേക്ക് പിന്നെ അടുത്ത പ്ലാന് നമുക്ക് ഫോട്ടോഷൂട്ടായിരുന്നു. എന്തായാലും ഓണമൊക്കെ അല്ലേ, ഒരു സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടൊരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡിയായി, മോനെയും റെഡിയാക്കി, ഹസ്ബൻഡൊക്കെ റെഡിയായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന്. മോനാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങനത്തെ അവസ്ഥയാട്ടോ. അങ്ങനെ അതാ നമ്മൾ ലാസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്ക് തന്നെ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും യാത്രേൻ്റെ ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.